ശ്രീരാമനെ മോശമായി പരാമർശിച്ച തൃശൂർ എംഎൽഎ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ. ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന FB പോസ്റ്റിനെതിരെ BJP പോലീസിൽ പരാതി നൽകി. ബാലചന്ദ്രന്റെ നിയമസഭാംഗത്വം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. വിവാദത്തിന് പിന്നാലെ MLA പോസ്റ്റ് പിൻവലിച്ചു. CPI നേതാവും തൃശൂർ MLAയുമായ പി ബാലചന്ദ്രൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. പോസ്റ്റ് വിവാദമായതോടെ മണിക്കൂറുകൾക്കകം പോസ്റ്റ് പിൻവലിച്ചു. രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവരെ മോശമായി ചിത്രീകരിക്കുന്നതായിരുന്നു പോസ്റ്റ്. രാമായണത്തിലൊരു സന്ദർഭം എടുത്തു പറഞ്ഞാണ് ബാലചന്ദ്രൻ രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവരെ അവഹേളിക്കുന്നത്. അവഹേളന വാക്കുകൾക്ക് പുറമെ ബാലചന്ദ്രൻ അശ്ലീല പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഖേദപ്രകടനവുമായി MLA രംഗത്തെത്തി. പണ്ട് എഴുതിയൊരു കഥയാണ്. സ്ക്രോൾ ചെയ്ത് പുസ്തകമൊക്കെ ഉണ്ട്. ഇപ്പൊ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിന്റെ ഇടയ്ക്ക് കയറിപ്പോയതാണ്. അപ്പൊ തന്നെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അത് ഇപ്പൊ ഇടണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പൊ തന്നെ പിൻവലിച്ചു. അല്ല, ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കും. വിശ്വാസികളെ വേദനിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി MLA വ്യക്തമാക്കി. സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെന്നും പി ബാലചന്ദ്രൻ പറഞ്ഞു. അതേസമയം MLAയെ തള്ളി CPI നേതൃത്വം തന്നെ രംഗത്തെത്തി. MLAയ്ക്ക് തെറ്റുപറ്റിയെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പ്രതികരിച്ചു. MLA പറഞ്ഞ കാര്യം വളരെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. MLAയ്ക്കെതിരെ BJP പോലീസിൽ പരാതി നൽകി. നിയമസഭാ അംഗത്വം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കും. ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും യുക്തിവാദികൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ കുറിപ്പെഴുതിയ പി ബാലചന്ദ്രൻ MLAയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് എടുത്തുകൊണ്ട് കലാപശ്രമം ഉണ്ടാക്കാൻ പരിശ്രമിച്ചതിന് കേസെടുത്ത് ജയിലിലടക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. MLA ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ FB പോസ്റ്റ് മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് BJP. റിപ്പോർട്ടർ, തൃശൂർ.